ഓക്കെ, നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ വന്ന് ചാപ്റ്റർ 9 ആണ്. പ്ലസ് 1 എൻ സി ആർ ടി സിലബസിലെ ചാപ്റ്റർ 9 ആയിട്ടുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്. സോ ഞാൻ അതിലെ ഒരു ബ്രീഫായിട്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് തുടങ്ങാം. നമ്മൾ മെറ്റീരിയൽസിനെ ജനറലി മൂന്നായി തിരിച്ചിട്ടുണ്ട്: സോളിഡ് ആൻഡ് ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലൂയിഡ്സ് ആണ്. ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് സോളിഡ് ഒഴിച്ചിട്ടല്ല, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്സിനെയാണ് നമ്മളെന്ത് പറയുന്നത്, നമ്മളെന്ത് പറയാം, ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഗ്യാഷ്യസ് ആയിട്ട് സ്റ്റേറ്റിലുള്ള സംഭവങ്ങളെ നമ്മൾ എന്ത് പറയും, ഗ്യാഷ്യസ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സംഭവം നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയും. എന്തുകൊണ്ടാണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്? അതിന് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു കാരണമുള്ളൂ, അത് ഫ്രീ ടു മൂവ് ആണ്. കാരണം അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. ദ ഫ്ലൂയിഡ് ഡസ് നോട്ട് ഹാവ് എനി റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഷേപ്പ്. ദസ് ദ ഷേപ്പ് ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് ഗവേൺഡ് ബൈ ഷേപ്പ് ഓഫ് ഇറ്റ്സ് കണ്ടെയ്നർ. എന്ന് വെച്ചാൽ എന്താ, ഫ്ലൂയിഡിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, അത് കണ്ടെയ്നറിൻ്റെ ഷേപ്പിലോട്ട് ചേഞ്ച് ചെയ്യും. അതായത് നമ്മളൊരു വാട്ടർ എടുത്തിട്ട്, സിമ്പിളായിട്ട് കാര്യങ്ങളാണ്, വാട്ടർ എടുത്തിട്ട് ഒരു കണ്ടെയ്നർ വയ്ക്കുകയാണ്. ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് റൗണ്ട് ആണെങ്കിൽ റൗണ്ടായി, കണ്ടെയ്നർ ഷേപ്പ് ഒരു ക്യൂബാണ് ക്യൂബായി. കണ്ടെയ്നർ ഷേപ്പ് എന്താണ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് വിൽ ഗെയിൻ ദാറ്റ് ഷേപ്പ്. ആ ഷേപ്പിലോട്ട് അത് ചേഞ്ച് ചെയ്യും. അതൊരു ഗ്യാഷ്യസ് ആണെങ്കിൽ, ഗ്യാഷ്യസ് ഒരു ഗ്യാസ് സിലിണ്ടറിൽ നമ്മൾ കൊണ്ടുവരുന്നത് ഗ്യാസ് സിലിണ്ടറിൻ്റെ ഷേപ്പാണെങ്കിൽ, അത് നമ്മൾ റൂമിൽ നിറയ്ക്കുകയാണെങ്കിൽ ആ റൂമിൻ്റെ ഷേപ്പിലോട്ട് അത് മാറും. ബട്ട് ഇറ്റ്സ് നോട്ട് ഒബ്സർവബിൾ ഇൻ ദ കേസ് ഓഫ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ബിക്കോസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഇസ് ഹയർ ദാൻ ദ ലിക്വിഡ്. ലിക്വിഡിനെക്കാട്ടി എന്താണ്, ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഹയർ ആയതുകൊണ്ട് നമുക്ക് നേക്കഡ് ആയതുകൊണ്ട് അത് ഒബ്സർവബിൾ അല്ല പല ഗ്യാസുകളും മാത്രം. അവിടെ ലിക്വിഡ് നമുക്ക് ഒബ്സർവബിളാണ്, അതിനെക്കാട്ടി ഡിസ്റ്റൻസ് പോകാം. ഗ്യാസിൻ്റെ അത്രയും ഫ്രീ അല്ല മോളിക്യൂൾസ്, പക്ഷേ ലിക്വിഡ് ഫ്രീ ആണെന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ എന്താണ് ജനറലി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, ആൻഡ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്വിഡ് ആൻഡ് ഗ്യാസസ് ആണ് അടുത്ത് പറയുന്നത്. വാട്ട് ഇസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്വിഡ് ആൻഡ് ഗ്യാസസ്? ലിക്വിഡും ഗ്യാസസും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ആണ് നോക്കുന്നത്. A liquid is incompressible and has a free surface of its own. A gas is compressible and is expanded to occupy all the space available to it. Gas has no free surface. ലിക്വിഡ് നമുക്ക് ഇൻകംപ്രസ് ചെയ്യാൻ പറ്റും? ഇല്ല, നമുക്ക് അതിനങ്ങനെ പിടിച്ച് ഞെക്കി ഞെരുക്കാനൊന്നും പറ്റില്ല, അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. പക്ഷെ ഗ്യാസിന് അങ്ങനെയാണോ? അല്ല, ഗ്യാസിനെ പ്രഷർ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇൻകംപ്രസ് ചെയ്യാൻ പറ്റും. മീൻസ് എക്സ്പാൻഡ് ടു ഓക്യുപ്പൈ ആൾ ദ സ്പേസ് അവിടെ. ഗ്യാസ് എങ്ങനെയാണ്, നമ്മൾ റൂമിലൊരു ഭാഗത്ത് കൊണ്ടുപോയി വെച്ചാൽ ഗ്യാസ് അവിടെ ഭാഗത്ത് ഇരിക്കും? ഇല്ല, അത് ആ റൂം മൊത്തം സ്പ്രെഡ് ആവും. അതുകൊണ്ടാണ് നമുക്ക് ഒരു ഭാഗത്ത് വരുന്ന സ്മെല്ല്, ഒരു ഗ്യാസിൻ്റെ സ്മെല്ല് നമുക്ക് പുറത്തുനിന്നും കിട്ടും. പക്ഷെ നമ്മളൊരു റൂമിൽ കുറച്ച് ലിക്വിഡ് ഒരു ഭാഗത്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് സ്മെല്ല് അങ്ങനെ സ്പ്രെഡ് ആവും? ഇല്ല, അങ്ങനെ സ്പ്രെഡ് ആവില്ല. സ്പ്രേ ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ ലിക്വിഡ് അങ്ങനെ പുറത്തോട്ട് അങ്ങനെ അതിൻ്റെ എല്ലാ സ്പേസും, റൂമിലൊരു ഭാഗത്ത് കുറച്ച് ലിക്വിഡ് വെച്ച് എല്ലാ സ്പേസിലോട്ടും സ്പ്രെഡ് ആവും? ഇല്ല, അതിന് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് എന്തുണ്ട്, ലിക്വിഡിനുണ്ട്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രഷറിനെ കുറിച്ചാണ്. വാട്ട് ഈസ് പ്രഷർ? ദ നോർമൽ ഓഫ് ഫോഴ്സ് എക്സർട്ടഡ് ബൈ ഫ്ലൂയിഡ് ഓൺ ഏരിയ എ ഈസ് കാൾഡ് പ്രഷർ. ഒരു എയിൽ, യൂണിറ്റ് ഏരിയ എയിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ആകെ ഫോഴ്സിൻ്റെ അളവാണ്. അപ്പോൾ നമ്മളൊരു കഷ്ണം സ്ഥലം എടുക്കുക, ചെറിയ യൂണിറ്റ് ഏരിയ, 1 സെൻറ്റിമീറ്റർ വീതി, 1 സെൻറ്റിമീറ്റർ നീളം, 1 സെൻറ്റിമീറ്റർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഉള്ള ഒരു ഏരിയ എടുക്കുക. അതിൽ അനുഭവപ്പെടുന്ന ആകെ പ്രഷർ, നമ്മളൊരു ലിക്വിഡിൻ്റെ മുകളിൽ പ്രഷർ അനുഭവിക്കുക, ഒരു പ്രഷർ കൊടുക്കാമെന്ന് വിചാരിക്കുക. അതൊരു സ്ക്വയർ, ആ ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, പ്രഷറല്ല, ആ യൂണിറ്റ് ഏരിയയിൽ നമ്മൾ ഫോഴ്സ് നടത്തുന്നത്, ആ യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് എന്ത്, ലിറ്ററലി എന്ത് പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത്. പ്രഷർ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, ഒരു സതീശ അളവാണ്, സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതിനെന്താണ് ഡയറക്ഷൻ ഉണ്ട്, നമുക്കൊരു ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഇറ്റ്സ് എസ് ഐ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ റൈസ് ടു -2 ഓർ പാസ്കൽ. പാസ്കലാണ് പ്രഷറിൻ്റെ യൂണിറ്റ്. പിന്നെ ഡയമെൻഷൻ ഫോർമുലയാണ് ml⁻⁻⁴ T⁻².
നിങ്ങൾ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കും. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻസ് അല്ല. എനിവേ, എ കോമൺ യൂണിറ്റ് പ്രഷർ ഈസ് ദ അറ്റ്മോസ്ഫിയർ ഇറ്റ്സ് പ്രഷർ എക്സേർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ ടു സീ ലെവൽ. എ കോമൺ യൂണിറ്റ് പ്രഷർ ഇറ്റ്സ് അറ്റ്മോസ്ഫിയർ ATM. ATM ആണ് കോമൺ ആയിട്ട് നമ്മൾ യൂണിറ്റ് ചെയ്യുന്നത് പ്രഷറിൻ്റെ യൂണിറ്റ്. നമ്മൾ പാസ്കൽ ഉപയോഗിക്കാറുണ്ട്. ഇറ്റ്സ് എ പ്രഷർ എക്സേർട്ടഡ് ബൈ അറ്റ്മോസ്ഫിയർ അറ്റ് സീ ലെവൽ. സീ ലെവലിൽ അറ്റ്മോസ്ഫിയർ കൊടുക്കുന്ന പ്രഷറുണ്ട്. സമുദ്രനിരപ്പിൽ, അതായത് സീ ലെവലിൽ അറ്റ്മോസ്ഫിയർ കൊടുക്കുന്നത്, അതിൻ്റെ മുകളിൽ കൊടുക്കുന്ന പ്രഷറുണ്ട്. ആ പ്രഷറിനെയാണ് നമ്മൾ ATM എന്ന് പറയുന്നത്. ദാറ്റ്സ് നോൺ ആസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ഈസ് ഈക്വൽ ടു 1.013 × 10⁻⁻⁴. അതായത് 1 ATM 1 അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.013 × 10⁵ ആണ് എന്നുള്ള കാര്യം പുറത്ത് വയ്ക്കുക. നമ്മൾ ATMലോട്ടും അറ്റ്മോസ്ഫിയർ പ്രഷറിലോട്ടും പാസ്കലിലോട്ടും കൺവേർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരും. സോ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായി കൺവേർട്ട് ചെയ്യാം. 1 ATM തന്നിട്ടുണ്ട്, അത് പാസ്കലിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം, മതി ഇത്ര പാസ്കലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്കലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഈ ഡെൻസിറ്റി ഓഫ് റോ ഫോർ എ ഫ്ലൂയിഡ്. ഡെൻസിറ്റിനെ നമ്മൾ റോമൻ ഈ ഒരു ഗ്രീക്ക് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് റോ ആണ് ഉപയോഗിച്ചിട്ടാണ്. ഇത് P അല്ല കേട്ടോ, ഇത് റോ ആണ്. ഫോർ എ ഫ്ലൂയിഡ് ഓഫ് മാസ് M occupying volume V is given by റോ is equal to M/V. ഡെൻസിറ്റിനെ നമ്മൾ എങ്ങനെയാണ് സിംപ്ലൈസ് ചെയ്യുക, റോ. ചില സമയത്ത് നമ്മൾ D ഉപയോഗിക്കാറുണ്ട് കേട്ടോ, പക്ഷെ ഇവിടെ നമുക്ക് റോ തന്നെ ഉപയോഗിക്കാം. ദറ്റ്സ് ബെറ്റർ. ഫോർ എ ഫ്ലൂയിഡ് ഓഫ് മാസ് M occupying volume V is given by. ഒരു ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കുകയാണ്. ഫ്ലൂയിഡിൻ്റെ മാസ് എത്ര, M ആണ്. ഓക്യുപ്പൈങ് വോളിയം V is given by. M മാസുള്ള ഇത്ര വോളിയത്തിൽ ഓക്യുപ്പൈ ചെയ്യുന്ന ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക, മാസ് ബൈ വോളിയം. ആ വോളിയത്തിനുള്ളിൽ എത്രത്തോളം മാസ് കൊള്ളും എന്നുള്ളതാണ്. നമ്മളൊരു ടാങ്ക് എടുക്കുക, ആ ടാങ്കിൽ വെള്ളം നിറയ്ക്കുകയാണ്. അതിനുള്ള ആ ടാങ്കിൽ പെർട്ടിക്കുലർ വോളിയം ഉണ്ടാവുമല്ലോ. 1000 ലിറ്റർ ആണ് അതിൻ്റെ വോളിയം എന്ന് വിചാരിക്കുക. അത്രയും ലിറ്റർ വെള്ളം കൊള്ളും. അതിൽ എത്ര മാസ് വെള്ളം കൊള്ളും എന്നുള്ള ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ്, അതിൽ എത്രത്തോളം മാസ് വെള്ളം കൊള്ളുന്നുണ്ട് ഡിവൈഡ് ബൈ അതിൻ്റെ വോളിയം. സോ അതാണ് M/V. അതാണ് അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു യൂണിറ്റ് അളവ് ഏരിയ, ഒരു യൂണിറ്റ് വോളിയത്തിൽ അതിന് ഉൾക്കൊള്ളുന്ന ആ മാറ്റർ, എത്രത്തോളം മാറ്റർ ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വോളിയം. ഇറ്റ്സ് എ പോസിറ്റീവ് സ്കേലാർ ക്വാണ്ടിറ്റി. അതും ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. സോറി, ഞാൻ പറഞ്ഞതിൽ തെറ്റുപറ്റി വന്നു. സ്കേലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിശയില്ലാത്ത അളവാണ്. ഐ മീൻ അതിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഇല്ല. നേരത്തെ പറഞ്ഞപ്പോൾ തെറ്റുപറ്റി, അതായത് സ്ലിപ്പ് ഓഫ് ടങ് ആണ്. ഓക്കെ, സോറി. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് പറയാം, ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതിനെന്തില്ല, ഡയറക്ഷൻ ഇല്ല. SI unit kilogram meter cube raised to -3 ആണ്. The dimension of density are ml cube raised to -3. സിമ്പിൾ ആയിട്ട് കാര്യം. ഇത്രയാണ് ഇതിൽ ബേസ് ആയിട്ട് പറയാനുള്ളൂ. The density of water 4 degree Celsius is 1000 kilogram meter raised to -3. അതായത് 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 കിലോഗ്രാം മീറ്റർ റൈസ് ടു -3. ഇപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസിലുള്ള കുറച്ച് വാട്ടർ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ എത്രയാണ്, ഒരു മാസ് ഉൾക്കൊള്ളുന്ന എത്ര വോളിയത്തിലുള്ള, യൂണിറ്റ് വോളിയത്തിലുള്ള മാസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000 കിലോഗ്രാം മീറ്റർ റൈസ് ടു -3 ആണെന്ന് നമുക്ക് പറയാം. A liquid is incompressible and its density is therefore nearly constant at all pressure. Gaseous on the other hand exhibit large variation in the density with pressure. ലിക്വിഡ് ഇൻകംപ്രസിബിൾ ആണ്, നമുക്കതിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എത്ര വലിയ പ്രഷറിൽ വെച്ചാലും അതിൻ്റെ ഡെൻസിറ്റിക്ക് ചേഞ്ച് വരില്ല. നമുക്കത് കംപ്രസ് ചെയ്തിട്ട് വേറൊരു അതിൻ്റെ മോളിക്യൂൾസിനെ നമുക്ക് അടുത്ത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ കംപ്രസ് ചെയ്തിട്ട്. സോ ലിക്വിഡ്സ് ആർ ജനറലി ഇൻകംപ്രസിബിൾ ആണ്. സോ എന്ത് സംഭവിക്കില്ല, അതിൻ്റെ ഡെൻസിറ്റി അങ്ങനെ ഇങ്ങനെയൊന്നും മാറില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഒരു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്താണ്, ലിക്വിഡ് ഈസ് നിയർലി കോൺസ്റ്റന്റ് ആണെന്ന് പറയാം.
ഡെൻസിറ്റി ലിക്വിഡ് ഉണ്ട്, ഡെൻസിറ്റി എന്നാണ് നിയർലി കോൺസ്റ്റൻ്റ് ആണെന്ന് ഹാബിറ്റ് ഉണ്ട്. ഓക്കെ, ഒരു ഇനി അടുത്തെന്ന് പറയുന്നത് എന്താ, റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഇസ് റേഷ്യോ ഓഫ് ഡെൻസിറ്റി ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ 4 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യാണ്. അതായത് 4 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറിൻ്റെ ഡെൻസിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന് എത്ര ഡെൻസിറ്റി ഉണ്ടെന്ന്. സോ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് കമ്പയർ ചെയ്താൽ റിലേറ്റീവ് ഡെൻസിറ്റി കിട്ടും. അപ്പോൾ നമ്മൾ വാട്ടർ 4 ഡിഗ്രി സെൽഷ്യസ്, 4 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അതിലാണ് എന്തുള്ളത്, വാട്ടറിൻ്റെ 4 ഡിഗ്രി സെൽഷ്യസിൽ എടുക്കുമ്പോഴാണ് വാട്ടറിൻ്റെ എന്തുള്ളത്, ഡെൻസിറ്റി ഓഫ് 1000 ഉള്ളത്. സോ നമ്മളതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നു. ആ സ്റ്റാൻഡേർഡ് വാല്യൂവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് ഫിസിക്സിൽ ചെയ്യാറ്. നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂ എടുക്കും, അതിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുക. സോ ഇവയാണ് നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ് ആയിട്ട് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഇറ്റ്സ് എ ഡയമെൻഷൻലെസ് പോസിറ്റീവ് സ്കേലാർ ക്വാണ്ടിറ്റി. അത് ഡയമെൻഷൻ ഇല്ലാത്ത പോസിറ്റീവ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ് എന്ത്, ഈ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നുമില്ല, അതേപോലെ ഡയമെൻഷൻലെസ് ആണ്, അതിനെന്താണ് പ്രത്യേകിച്ച് ഡയമെൻഷനും ഇല്ല. ഓക്കെ, ഇത്രയും തൽക്കാലം നമുക്ക് ഇത്രയും എടുക്കാം പാർട്ട് 1. ഓക്കെ.